ഹലോ മുസമ്മിലേ. ഹലോ. എടാ ഇത് ഞാനാണ്, റാഫിയാണ്. ഏത് റാഫി? എടാ ഞാൻ ആദ്യം ജിദ്ദയിലുണ്ടായില്ല നിങ്ങളുടെ. ശരി. ഇവിടെ നമ്മളെ ഡ്രൈവറിനായിരുന്നു, നമ്മളെ ഫാമിലിന്റെ. നിങ്ങൾ ജിദ്ദയിലുണ്ടെന്ന് പറഞ്ഞിട്ട്, ജിദ്ദയിലല്ല, നിങ്ങൾ റിയാദിലുണ്ട് പറഞ്ഞിട്ട് പോ. ഞാൻ റിയാദില് അതേ ഇവരെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് ശരിയാവണ്ടായില്ല, അങ്ങനെ ഞാൻ പോയതാണ്. അത് ഞാനിങ്ങോട് അന്ന് തന്നെ പറഞ്ഞില്ല, നിങ്ങള് വേറെ ഏതെങ്കിലും പണി നോക്കിക്കോളി, ഇവിടെ നിങ്ങൾ നിക്കണ്ട, നിങ്ങളോട് അന്ന് പറഞ്ഞല്ലോ. അതെന്ന് പറഞ്ഞ വേറെ കാര്യമുണ്ട്. ഇതിപ്പോ എന്നിട്ട് ഞാൻ ഇപ്പത്തെ വീട് എങ്ങനെ ഉണ്ട്? അൽഹംദുലില്ലാ നല്ല വീടാ. ഓട്ടൊക്കെ എങ്ങനെ? ഓട്ടോക്കെ വലിയ ഓട്ടം എന്ന് പറയാനേ, കഫീല് ഇവിടുത്തെ ആർമിയിലെ മേജറാണ്, ഭാര്യ ഡോക്ടർ, പിന്നെ 2 പിള്ളേര്, അവരെ സ്കൂളിൽ കൊണ്ടുവരണം. വലിയ പണിയൊന്നുമില്ല. സ്കൂള് ഇവിടെ അടുത്ത് തന്നെയാണ്? അടുത്തന്നെ. നമ്മളവിടെ ഇരിക്ക, പിന്നെ എല്ലാം കൊണ്ടും അൽഹംദുലില്ലാ അനുസരിച്ച് ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല. ശമ്പളം 2,500 ഉണ്ട് എനിക്ക്. 2,500 ഉണ്ടല്ലോ, കുഴപ്പമില്ലല്ലോ. 2,500 ഫുഡിനുള്ള വേറെ കാശേരി. ഫുഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്താണ് നമ്മ വാരിക്കോരിയാണ് ഇവര് തന്നെ കാശ്. ഇപ്പൊ അവര് സൂപ്പർ മാർക്കറ്റിൽ പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാം. അല്ലാതെ നമ്മളെടുത്ത് എടുക്കണ്ട എന്നൊന്നും പറയാ. നല്ല കുഴപ്പമില്ല. നിങ്ങളെ ഭാഗ്യം. ഞാനിങ്ങോട്ട് പറഞ്ഞില്ല, നിങ്ങള് വേറെ നല്ല വീട് നോക്കിയെന്നൊക്കെ പറഞ്ഞില്ല, അന്ന് നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മയില്ല. നമ്മള് പിന്നെ ഇവിടെ വേറെ കാര്യം നമ്മളെ തേടാതെ രക്ഷയില്ല. നമ്മ ഒന്നുമ്പോ തന്നെ നിന്ന് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം വരണേ. നമ്മ ഈ കറങ്ങി നോക്കണം. ചിലപ്പോ നല്ല സ്ഥലം കിട്ടും, ചിലപ്പോ ചീത്ത സ്ഥലം കിട്ടും. അത് നമ്മളെ ലീവ് ഒക്കെ ഉണ്ടോ? ലീവ് വെള്ളി ശനി 2 ദിവസം ലീവ്. ശനി ലീവ് ഉണ്ടോ? ശനി ലീവ് ഉണ്ട്. ചിലപ്പോ വെള്ളിയാഴ്ച ഒന്നും മദീന വരെ പോകേണ്ടി വരും. ഇവിടെ അടുത്ത് റിയാദിൽ 1,500 കിലോമീറ്റർ. 1,500 കിലോമീറ്ററോ? 1,500 ഇവിടെ അടുത്ത് തന്നെ. റിയാദിന്ന് മദീന വരെ ഇത്ര ഉള്ളൂ. അത് ചിലപ്പോ പോയിക്കാണ് എനിക്ക് ചിലപ്പോ അതിനുള്ള എക്സ്ട്രാ കാശ് തരും. എത്ര കിട്ടും? അത് ചിലപ്പോ 10, 200, 250, 300 രൂപയൊക്കെ കിട്ടും. അത് കഫീല് ഇത് അങ്ങനെ തരെയാണ് അമ്മ. എണ്ണണ്ട ആള് എണ്ണി നോക്കൂല. പിന്നെ അതേമാതിരി തന്നെ പൈസ കിട്ടും എനിക്ക് എയർപോർട്ടിൽ കൊണ്ടാക്കുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 500 രൂപ പോക്കറ്റ് മണി ആയിട്ട് അത്ര കിട്ടുവോ? ചിലപ്പോ ഇത് വേറൊരു രസമുണ്ട്. 2 മാസമൊക്കെ എത്തുമ്പോ ഇവര് ഈ ഫ്രാൻസിലും അമേരിക്കയില് അവിടെ ഇവിടെ കയറ്റി ഇവര് പോകും. ഫ്രാൻസിലൊക്കെ ഇവർക്ക് ബില്ല് എന്താണ്ടാക്കി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ ഈ അവരൊരു 2 മാസമൊക്കെ പോകുമ്പോ എന്നോട് പറയും, നീ നാട്ടിൽ പോയിക്ക് ഒരു 10-15 ദിവസം ലീവിന്. അപ്പൊ ഞാൻ പറയും, ഞാൻ ചിലപ്പോ കാശ് മേടിക്കും. ടിക്കറ്റ് അത് വേറെ വിചാരിച്ച ഇത് ടിക്കറ്റ് എടുത്ത് തരും. ടിക്കറ്റിനുള്ള കാശ് തരും ഇവര്. ഞാനത് മേടിച്ച് കയ്യിൽ വെക്കും. അപ്പൊ 2 മാസം കൂടുമ്പോഴൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ ടിക്കറ്റ് വായിച്ചോ? അപ്പൊ അത് കാശ് എടുത്ത് ഞാൻ കയ്യിൽ വെച്ചു. മറ്റേ 10, 1,500, 1,300 രൂപ കയ്യിലുണ്ടാവും. നമുക്ക് മാസം ഒരു 4,000 ഉറുപ്പ്യ ഉണ്ടാക്കാം. 4,000 10,000-6,000 രൂപ ഉണ്ടാക്കാൻ പറ്റൂല. 6,000 അല്ല, ഇത് 10,000-12,000 രൂപ ഉണ്ടാക്കിയ ദിവസം ഉണ്ട് ഞാൻ മാസം. അത് കഴിഞ്ഞാല് ഈ കഫീലിന്റെ ഓട്ടം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എന്റെ ഈ BMW എടുത്തിട്ടാണ് ഞാൻ കറങ്ങണത്. നിങ്ങളെ സ്വന്തമായിട്ട് ഓട്ടത്തിനോ? എടാ എനിക്ക് വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് പോവാനൊക്കെ ആയിട്ട് BMW കാറുണ്ട്. വലിയ ടീമല്ലേ? ഇവിടെ ഡ്രൈവർ ടിക്ടോപ്പില് പോണം. വണ്ടി ആർക്കും വണ്ടിയിലൊന്നും പോകാൻ പറ്റൊന്നുമില്ല. ഈ കൂതറ പിടിച്ച വണ്ടിയിലൊന്നും പോകില്ല. BMW കാർ എനിക്ക് എടുത്ത് തന്നിട്ട് അതായത് എനിക്ക്. പിന്നെ എനിക്ക് ഓട്ടം വരുന്നുണ്ട്, ഞാൻ വിളിക്കും, ഞാൻ പിന്നെ വിളിക്കണ്ടേ. പിന്നെ തള്ളിക്കോ, ഈ ജാതി തള്ളരുത്. ഇതൊക്കെ പേര് ഓവർ തള്ളാട്ടോ. BMW എന്റെ സ്വന്തം ഇഷ്ടത്തിന് കറങ്ങാന് എനിക്ക് 2 മാസം കൂടുമ്പോ എനിക്ക് നാട്ടിൽ പോവാൻ ടിക്കറ്റ്, എയർപോർട്ട് കൊണ്ടുപോയി വിട്ടാ എനിക്ക് 600-500 പോക്കറ്റ് മണി. ഇത് തള്ളിക്കോ, ഒരുമാതിരി തള്ളാളണ്ടാ. ഇത് തള്ളന്നെയാണ്, പേരും തള്ളാണിത്.